Hey beautiful souls, you will be here for Agam Hub. This is Anil Levy. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് പലതരത്തിലുള്ള ഡിസ്കോഴ്സസ് എന്ന് പറയുമ്പം നരേഷൻ, റിവ്യൂ, റൈറ്റപ്പ് ആൻഡ് അപ്രിസിയേഷൻ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എഴുതേണ്ടത്, അതിൻ്റെ ഫോർമാറ്റുകൾ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ലേ ഔട്ട് എന്താണ് എന്ന കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഒന്നാമത്തത് നരേഷനാണ്. നരേഷൻ എന്ന് പറയുമ്പോൾ 7 മാർക്കിൻ്റെ ചോദ്യമായിട്ട് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണിത്. നരേഷൻ എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ലേ ഔട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആദ്യം തന്നെ നരേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു തേർഡ് പേഴ്സൺ, അതായത് ഹി അല്ലെങ്കിൽ ഷീ എന്ന് പറയുന്ന പ്രിനൗൺസ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും മിക്കപ്പോഴും നമ്മളോട് നരേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാറുള്ളത്. വളരെ വിരളമായിട്ടാണ് ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ് ഐ എന്ന് പറയുന്ന പ്രിനൗൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആ കഥയിലെ കഥാപാത്രമാണെന്ന് വിചാരിക്കുക, എന്നിട്ട് നിങ്ങളത് നരേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഐ എന്ന പ്രിനൗൺ ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണ്. സോ എങ്ങനെയാണ് ഒരു നരേഷൻ എഴുതേണ്ടത്? നമ്മൾ നരേഷനെ 4 പാരഗ്രാഫുകളായി തിരിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷനാണ്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ആ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് ആ ഒരു കഥ, നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്ന ലെസൺ അതാരാണോ എഴുതിയിട്ടുള്ളത് ആ എഴുത്തുകാരൻ്റെ പേര് മെൻഷൻ ചെയ്യുക. അതോടൊപ്പം ആ എഴുത്തുകാരനെ കുറിച്ച് 1-2 സെൻറ്റൻസുകൾ ആ പാരഗ്രാഫിൽ ഉൾപ്പെടുത്തുക. അതിനുശേഷം ആ കഥയുടെ അല്ലെങ്കിൽ ആ ലെസൻ്റെ തീം എന്താണോ, ആശയം എന്താണോ, അതിനെയാണ് നിങ്ങൾ പിന്നീട് എഴുതേണ്ടത്. അതുപോലെ തന്നെ ദ മേജർ ക്യാരക്ടേഴ്സ് ഫ്രം ദാറ്റ് സ്റ്റോറി, നിങ്ങൾക്ക് എഴുതാനുള്ള നരേഷൻ എഴുതാനുള്ള കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണോ അവരെ ഓരോരുത്തരെയും അവിടെ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ദ മേജർ ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി. നമ്മളൊരു കഥയെ അതിൻ്റെ മേജർ ഇവൻറ്റുകളെ ആ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ നമ്മൾ മെൻഷൻ ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2-ാമത്തെയും 3-ാമത്തെയും 4-ാമത്തെയും പാരഗ്രാഫുകൾ നരേഷനിൽ നമ്മൾ പിന്നീട് എഴുതാൻ വേണ്ടി പോകുന്ന പാരഗ്രാഫുകളിൽ നമ്മൾ ആദ്യം എഴുതി വച്ചിരിക്കുന്ന മേജർ ഇവൻറ്റുകളെ എലാബറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ സമ്മറൈസ് ചെയ്ത് എഴുതുക എന്ന് പറയുന്ന പണി മാത്രമേ നരേഷനിൽ പിന്നെ നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നമുക്ക് എബൌട്ട് ദി ഓതർ വേണം, എഴുത്തുകാരനെ കുറിച്ച് 1-2 സെൻറ്റൻസുകൾ ആവശ്യമാണ്. അതുപോലെ തന്നെ കഥയുടെ ആശയം എന്താണെന്ന് എഴുതണം. അതുപോലെ ആ ഒരു കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ, പിന്നീട് അതിലെ മേജർ ഇവൻറ്റുകൾ, ഒരു 3 ഇവൻറ്റുകളായിട്ട് ഒരു കഥയെ തിരിച്ച് ആ 3 ഇവൻറ്റുകൾ അവിടെ എഴുതുക. പിന്നീട് വരുന്ന 2, 3, 4 പാരഗ്രാഫുകളിൽ ആ മേജർ ഇവൻറ്റുകളെ സമ്മറൈസ് ചെയ്യുക അല്ലെങ്കിൽ എലാബറേറ്റ് ചെയ്ത് എഴുതുക. ഇതാണ് നരേഷൻ എന്ന് പറയുന്ന കാര്യം. രണ്ടാമത്തത് റിവ്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ഈ റിവ്യൂ നരേഷൻ തമ്മിൽ ചെറിയ സ്ലൈറ്റ് ഡിഫറൻസുകൾ മാത്രമേ ഉള്ളൂ. അതിലൊന്നാമത്തത്, ഒരു റിവ്യൂ നിങ്ങൾ എഴുതുന്ന സമയത്ത്, റിവ്യൂ എന്ന് പറയുമ്പോൾ നിരൂപണമാണ്. റിവ്യൂ എഴുതുന്ന സമയത്ത് നിങ്ങൾ ആദ്യം തന്നെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹെഡ്ലൈൻ അല്ലെങ്കിൽ ടൈറ്റിൽ കൊടുക്കുക എന്ന് പറയുന്നതാണ്. നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൈറ്റിൽ നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഒരു ഹെഡ്ലൈൻ ഈ പറയുന്ന റിവ്യൂവിന് ആവശ്യമാണ്. പക്ഷേ നരേഷൻ നമുക്ക് ഹെഡ്ലൈൻ അത്ര നിർബന്ധമുള്ള കാര്യമല്ല, പക്ഷേ റിവ്യൂ എഴുതുമ്പോൾ ഹെഡ്ലൈൻ നിർബന്ധമാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താണോ നരേഷൻ്റെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ ചെയ്തത് സെയിം ആയിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഈ റിവ്യൂവിലും ചെയ്യാനുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇത് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് ഇതിനും ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ബാക്കി എന്താണോ 2nd, 3rd, 4th പാരഗ്രാഫുകളിൽ നമ്മൾ നരേഷനിൽ ചെയ്തത് സെയിം അത് തന്നെയാണ് നമ്മൾ ഈ റിവ്യൂവിലും ചെയ്യുന്നത്. സത്യത്തിൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ നിരൂപണം, അതായത് നമ്മളുടേതായിട്ടുള്ള അനലിറ്റിക്കലായ കാര്യങ്ങളാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഒരു ഡീപ്പ് അനാലിസിസ് ഒക്കെയാണ് വേണ്ടത്. പക്ഷേ പലപ്പോഴും അത് സാധ്യമല്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് 3 മേജർ ഇവൻറ്റുകൾ, അതിനെ എലാബറേറ്റ് ചെയ്തുകൊണ്ടുള്ള 3 പാരഗ്രാഫുകൾ. ഇനി ഇവിടെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കൺക്ലൂഷൻ പാരഗ്രാഫാണ്. കൺക്ലൂഷൻ പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ കൺക്ലൂഷൻ പാരഗ്രാഫിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് ആയിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. വാട്ട് യു ആർ തിങ്കിങ് അബൌട്ട് ദറ്റ് സ്റ്റോറി, നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്, ആ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ പെർസെപ്ഷൻസ് ആണ് നിങ്ങൾ ആ ഒരു പാരഗ്രാഫിലായിട്ട് എഴുതേണ്ടത്. നിങ്ങൾക്ക് ആ പാരഗ്രാഫ് വേണമെങ്കിൽ ഇൻ മൈ ഒപ്പീനിയൻ എന്ന് പറയുന്ന ഫ്രേസ് കൊണ്ട് നിങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും.
അപ്പോൾ ആ കഥയെക്കുറിച്ചുള്ള ആ കഥയിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൽ ഇവൻറ്റുകളെക്കുറിച്ച് അതിൻ്റെ എന്താ പറയുക മൊറാലിറ്റിയെക്കുറിച്ച് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ദാറ്റ് മീൻസ് ഈ കഥയിൽ നല്ല തീമുണ്ട്, അതേപോലെ ഈ കഥയിൽ നല്ല ആശയങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്, ധാർമ്മികപരമായിട്ടുള്ള കുറേ ആശയങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, ഇതിലെ കഥാപാത്രങ്ങളൊക്കെ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഒപ്പീനിയൻസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും, അവസാനത്തെ കൺക്ലൂഷൻ പാരഗ്രാഫിൽ എഴുതാം. അപ്പോൾ റിവ്യൂവും നരേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു ഹെഡ്ലൈൻ ഉണ്ട്, കൺക്ലൂഷൻ പാരഗ്രാഫിൽ നമ്മൾ നമ്മളുടെ ഒപ്പീനിയൻ എഴുതും. ബാക്കി എല്ലാ കാര്യങ്ങളും എന്താണ് നരേഷനിൽ ചെയ്യുന്ന അതേ സാധനം തന്നെയാണ് നമ്മൾ റിവ്യൂവിലും ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തത് റൈറ്റപ്പ് എന്ന് പറയുന്ന സംഭവമാണ്. റൈറ്റപ്പ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന നരേഷനിൽ നിന്നും റിവ്യൂവിൽ നിന്നും ചെറുതായിട്ട് വീണ്ടും ഒരു വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹെഡ്ലൈൻ കൊടുക്കുന്നു, റിവ്യൂവിന് കൊടുത്തതുപോലെ തന്നെ ഒരു അട്രാക്റ്റീവ് ഹെഡ്ലൈൻ ഈ പറയുന്ന റൈറ്റപ്പിന് ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു ഇൻട്രൊഡക്ഷനും കൊടുക്കുന്നു. പിന്നീടുള്ള പാരഗ്രാഫുകൾ നമ്മൾ ഒരിക്കലും നരേഷനിലും റിവ്യൂവിലും ചെയ്തതുപോലെ ആ കഥയെ സമ്മറൈസ് ചെയ്യുകയല്ല നമ്മൾ അവിടെ ചെയ്യുന്നത്. ചോദിക്കുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സമ്മറൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഈ റിവ്യൂ അതുപോലെ റൈറ്റപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ആ കഥയെ പൂർണ്ണമായിട്ടും സമ്മറൈസ് ചെയ്യുന്നില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവസാനത്തെ കൺക്ലൂഷൻ പാരഗ്രാഫിൽ നമ്മൾ റിവ്യൂവിൽ ചെയ്തതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ആഡ് ചെയ്യാനുള്ള ഒരു സ്ഥലം കൂടി ഈ പറയുന്ന നമ്മളുടെ റൈറ്റപ്പിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺക്ലൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു റൈറ്റപ്പ് അവസാനിപ്പിക്കാവുന്നതാണ്. മനസ്സിലായോ? ഇനി നാലാമതായിട്ട് അപ്രിസിയേഷൻ എന്ന് പറയുന്ന സംഭവമാണ്. അപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ, ആസ്വാദന കുറിപ്പുകളെയാണ് നമ്മൾ അപ്രിസിയേഷൻ എന്ന് പറയുക. അപ്രിസിയേഷൻ സാധാരണ ചോദ്യങ്ങൾ 6 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് ഇതുവരെ ഈ അപ്രിസിയേഷൻ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ അപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും ഒരു കവിത പൂർണ്ണമായിട്ട് നമുക്ക് തരാറില്ല. പകരം ഒരു കവിതയുടെ ആദ്യത്തെ സ്റ്റാൻസയോ അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റാൻസയോ അല്ലെങ്കിൽ 1-2 സ്റ്റാൻസുകളൊക്കെ മാത്രമാണ് നമുക്ക് അപ്രിസിയേഷൻ എഴുതാൻ വേണ്ടിയിട്ട് തരാറുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ പറയുന്ന അപ്രിസിയേഷൻ ഒരു 3 പാരഗ്രാഫുകളായിട്ട് തിരിക്കുക. ഇങ്ങനെ 3 പാരഗ്രാഫുകളായി തിരിച്ചു കഴിഞ്ഞാൽ ഒരു അപ്രിസിയേഷൻ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ദീസ് ലൈൻസ് ആർ ടേക്കൺ ഫ്രം, കാരണം ഏത് സ്റ്റാൻസയാണ് തന്നതെന്ന് നമുക്കറിയില്ല, ചിലപ്പോൾ 1ാമത്തെ ആയിരിക്കും, ചിലപ്പോൾ 5ാമത്തെ സ്റ്റാൻസി ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ദീസ് ലൈൻസ് ആർ ടേക്കൺ ഫ്രം, ഈ വരികൾ എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു എന്ത് ചെയ്യാം, ആ ഒരു അപ്രിസിയേഷൻ തുടങ്ങി വെക്കാം. അതുമല്ല കുറച്ച് വെറൈറ്റി ആയിട്ട് ദീസ് ലൈൻസ് ആർ സ്ക്രിബിൾഡ് ബൈ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ദീസ് ലൈൻസ് ആർ ടേക്കൺ ഫ്രം, ആ ഏത് കവിതയിൽ നിന്നാണോ ആ വരികൾ എടുത്തിട്ടുള്ളത് ആ കവിതയുടെ പേരെഴുതുക, റിട്ടൺ ബൈ ആരാണോ എഴുതിയത് അദ്ദേഹത്തിൻ്റെ പേരെഴുതുക, എന്നിട്ട് ആ എഴുത്തുകാരനെ കുറിച്ച് ആ റൈറ്ററിനെ കുറിച്ച് 1-2 സെൻറ്റൻസുകൾ അവിടെ ചേർക്കുക. അതുപോലെ തന്നെ ആ ഒരു കവിതയുടെ ആശയം, വാട്ട് ഈസ് ദ തീം ഓഫ് ദി പോയട്രി, അതാണ് പിന്നീട് ആ 1ാമത്തെ പാരഗ്രാഫിൽ ആ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. റൈം സ്കീമുകളുള്ള കവിതയാണെങ്കിൽ ആ റൈം സ്കീം എന്താണോ, ആ കവിതയുടെ റൈം സ്കീം എന്താണോ അത് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഒരു അപ്രിസിയേഷൻ്റെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫായി. ഇനി 2ാമത്തെ പാരഗ്രാഫിലേക്ക് വരുമ്പോൾ നമ്മൾ ആ കവിതയെ പൂർണ്ണമായിട്ട് മൊത്തം കവിതയെ നമ്മൾ അവിടെ സമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നിരിക്കുന്ന വരികൾ ഏതൊക്കെയാണോ ആ വരികളുടെ എലാബറേഷനാണ് നമ്മൾ 2ാമത്തെ ആ പാരഗ്രാഫിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് തന്നിരിക്കുന്ന വരികളിലെ ആ വരികളുടെ എലാബറേഷനാണ് നമ്മൾ 2ാമത്തെ പാരഗ്രാഫിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ തുടങ്ങാം, ദ പോയറ്റ് ഡിസ്ക്രൈബിങ് ദാറ്റ് ഓർ ദ പോയറ്റ് ഈസ് പോർട്രേയിങ് ദാറ്റ് എന്നൊക്കെ പറയുന്ന സെൻറ്റൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 2ാമത്തെ പാരഗ്രാഫ് തുടങ്ങാൻ വേണ്ടി കവി പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ 2ാമത്തെ പാരഗ്രാഫ് തുടങ്ങാവുന്നതാണ്. എന്നിട്ട് ആ തന്നിരിക്കുന്ന വരികളെ എലാബറേറ്റ് ചെയ്ത് നമ്മൾ എഴുതി വെക്കുന്നു. ഇനി അവസാനത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത് പോയറ്റിക് ഡിവൈസസ്, നമ്മളുടെ ഫിഗർ ഓഫ് സ്പീച്ചുകളെ എഴുതി വെക്കുന്ന ഒരു ഭാഗമാണ്. പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അലിട്രേഷൻ, പേഴ്സോണിഫിക്കേഷൻ, അതുപോലെ തന്നെ വിഷ്വൽ ഇമേജസ്, ഓഡിറ്ററി ഇമേജസ്, സിമിലി, മെറ്റഫോർ, ഇതൊക്കെയാണ് നമ്മളുടെ ഈ പറയുന്ന പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുന്നത്. അവസാനത്തെ പാരഗ്രാഫിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന വരികളിലെ ഓരോ പോയറ്റിക് ഡിവൈസസിനെയും എടുത്തെഴുതാനുള്ള ഒരു പാരഗ്രാഫ് ആയിരിക്കണം. നമുക്ക് വേണമെങ്കിൽ അവസാനത്തെ പാരഗ്രാഫ് These poetry contains many varieties of poetic devices such as alliteration, personification, visual images, auditory images എന്നിങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ആ പാരഗ്രാഫ് തുടങ്ങാവുന്നതാണ്. എന്നിട്ട് ആ തന്നിരിക്കുന്ന വരികളിലെ ഓരോ പോയറ്റിക് ഡിവൈസസും, അലിട്രേഷൻ ഉണ്ടെങ്കിൽ അലിട്രേഷൻ എന്ന് എഴുതിയിട്ട് ആ തന്നിരിക്കുന്ന വരികളിലെ അലിട്രേഷൻ ഏതാണോ അതവിടെ എടുത്തെഴുതുക.
അത് കഴിഞ്ഞിട്ട് ഇനി പേഴ്സോണിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പേഴ്സോണിഫിക്കേഷൻ എന്ന് എഴുതിയിട്ട് തന്നിരിക്കുന്ന വരികളിലെ പേഴ്സോണിഫിക്കേഷൻ ഏതാണോ അത് എടുത്തെഴുതുക. സിമിലി ഉണ്ടെങ്കിൽ സിമിലി എന്ന് എഴുതിയിട്ട് തന്നിരിക്കുന്ന വരികളിലെ സിമിലി എടുത്തെഴുതുക. വിഷ്വൽ ഇമേജസിന് എടുത്തെഴുതുക. അതേപോലെ റൈമിംഗ് വേർഡ്സിനെ നമുക്ക് എടുത്തെഴുതാൻ വേണ്ടി കഴിയും. ഇങ്ങനെയാണ് നമ്മൾ അപ്രിസിയേഷൻ്റെ അവസാനത്തെ പാരഗ്രാഫ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 3 പാരഗ്രാഫുകളായിട്ട് നമുക്ക് തന്നിരിക്കുന്ന അപ്രിസിയേഷൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതൊരു വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാർക്ക് കിട്ടാനും അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്ത ഈ കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് എന്ന് വിശ്വസിക്കുന്നു. സോ ദിസ് ഈസ് അനിൽ വി സൈനിങ് ഓഫ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.